ഇതിൽ നമ്മുടെ പ്രോട്ടിസ്റ്റയുടെ ഗ്രൂപ്പിൽ പറയുമ്പോൾ പ്രോട്ടിസ്റ്റയുടെ ഗ്രൂപ്പിൽ നമുക്ക് എടുത്തു പഠിക്കേണ്ട കുറച്ച് 2-3 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. അതിലൊരെണ്ണമാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത്, രണ്ടാമത്തെയാണ് നമ്മുടെ പ്ലാസ്മോഡിയം വിവാക്സ്, മൂന്നാമത്തെയാണ് ട്രിപ്പാനോസോമ എന്ന് പറയുന്നത്. അവരെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ രൂപഘടന പറയുകയാണ് യൂണിസെല്ലുലാർ ആയിരിക്കും. അതേപോലെ തന്നെ കേന്ദ്ര കാരിയോസോമോട് കൂടിയ ഒരൊറ്റ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, അവരെന്താണ് യൂണിസെല്ലുലാർ, ഒറ്റ സെല്ലായിട്ടാണ് കാണുന്നത്. ഇപ്പം അതൊരു ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കേന്ദ്രത്തിൽ, അതായത് ന്യൂക്ലിയസിനുള്ളിൽ കേന്ദ്ര കാരിയോസോമോട് കൂടിയ ഒരൊറ്റ ന്യൂക്ലിയസ് ഉള്ള ആൾക്കാരാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത്. അത് ജസ്റ്റ് മോർഫോളജി പറയേണ്ടതുകൊണ്ട് നമ്മളവിടെ പറഞ്ഞു പോയതാണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാൻ, എന്നാലും ആ കാരിയോസോമുകളൊന്ന് ഓർത്ത് വെച്ചോക്കണം. അപ്പം നമ്മുടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയിൽ യൂണിസെല്ലുലാർ ആണ്, കേന്ദ്ര കാരിയോസോമോട് കൂടിയ ഒരൊറ്റ ന്യൂക്ലിയസ് ഉണ്ട്. അതേപോലെ തന്നെ സ്യൂഡോപോഡിയ വെച്ചിട്ടാണ് അവർക്ക് ചലനം നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർക്ക് കപടപാദങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ കപടപാദങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇവർക്ക് ലോക്കോമോഷൻ അല്ലെ മൂവ്മെൻറ്റ് നടക്കുന്നത് അല്ലേ. പിന്നെ അതുമാത്രമല്ല, അതിജീവനത്തിനും മറ്റുള്ളവർക്ക് പകരുന്നതിനുമായി 4 ന്യൂക്ലിയോസോട് കൂടിയ സിസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് 4 ന്യൂക്ലിയോസോട് കൂടിയ സിസ്റ്റുകൾ ഉണ്ടാക്കുന്ന എൻഡമീബ? ഇത് അവർക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് അവർക്ക് വളർന്നു വരാനും മറ്റുള്ളവരിലേക്ക്, നമുക്കറിയാം ഈ പറയുന്ന എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറഞ്ഞ ഹ്യൂമൻ ബീയിങ്സിലൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റാണ് അല്ലെങ്കിൽ പ്രോട്ടോസോവയാണ് അല്ലേ. സോ ഇവർ മറ്റുള്ളവരിലേക്ക് പകരാനും അവർക്ക് അനുകൂലമായ സാഹചര്യത്തെ അല്ലെ പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനും വേണ്ടിയിട്ട് 4 ന്യൂക്ലിയോസോട് കൂടിയ സിസ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി നോക്കി, അല്ലെ ലൈഫ് സൈക്കിൾ നോക്കി, അവർ ഫസ്റ്റ് മലിനമായ ഭക്ഷണം വെള്ളം വഴിയുള്ള സിസ്റ്റ് ഇൻജക്ഷൻ വഴി മനുഷ്യരിലേക്ക് പകരുന്നു. അതിപ്പോൾ അവർ സ്പോസായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സ്പോസ് പോലെ ഇരിക്കുന്ന ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ആൾക്കാരെന്ത് ചെയ്യും, നമ്മൾ മോശമായിട്ടുള്ള വെള്ളം കുടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക ഇൻഫെക്ഷൻ വരുന്ന സാധ്യതയുള്ള, അതായത് പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടുന്ന് വെള്ളം എടുത്തു വാഷ് ചെയ്ത പച്ചക്കറി, അതായത് ഡിസിൻഫെക്ഷൻ ചെയ്യാത്ത വെള്ളമെടുത്ത് നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകി കഴിഞ്ഞാൽ അതിനകത്ത് അതുവഴിയൊക്കെ നമ്മളിലേക്ക്, മനുഷ്യരിലേക്ക് ഈ പറയുന്ന ഈ എൻഡമീബയ്ക്ക് പ്രവേശിക്കാൻ പറ്റും അല്ലേ. മലിനമായ ജലം, ഭക്ഷണം ഒക്കെ വഴി ഇതിനകത്ത് സിസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക്, മനുഷ്യരുടെ ഉള്ളിലേക്ക് എത്തുന്നതിനാണ് സിസ്റ്റ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്തു, മനുഷ്യരിലേക്ക് എത്തിക്കഴിയുമ്പോൾ, മനുഷ്യരുടെ ശരീരത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേന് അവരടുത്ത് കുടലിൽ എക്സിസ്റ്റേഷൻ എന്ന് പറയും. എക്സിസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ബൈ വിച്ച് സ്പോറോസൈറ്റ്സ് ആർ റിലീസ്ഡ് ഫ്രം സ്പോറോസിസ്റ്റ്. നമ്മൾ പറഞ്ഞു ഇവർ ഈ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അവർക്ക് അനുകൂലമായ ഒരു സ്പോറായിട്ട് ഫോം ചെയ്തിരിക്കുകയായിരുന്നു. ഇവർ മലിനമായ ജലത്തിലൂടെയോ അല്ലെ ഭക്ഷണത്തിലൂടെയോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു. ഉള്ളിൽ വന്ന് കഴിയുമ്പോഴത്തേന് അവരെന്ത് ചെയ്യും, എക്സിസ്റ്റേഷൻ നടന്നു. സ്പോറോസൈറ്റ്സ് അതിനകത്തത് സ്പോസിനകത്തിരുന്ന ഇതിനകത്തുള്ള എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ സ്പോസ് എല്ലാം എന്ത് ചെയ്യും, ഈ സ്പോസ് പൊട്ടിയിട്ട് ഹ്യൂമൻ ബോഡിയിലേക്ക് റിലീസ്ഡ് ആവും. ഓക്കെ, ഹ്യൂമൻ ബോഡിയിലേക്ക് റിലീസ്ഡ് ആയി കഴിയുമ്പോൾ ട്രോഫോസോയിഡ്സുകൾ കുടലിൻ്റെ ആവരണത്തെ ആക്രമിക്കുകയും അൾസർ ഉണ്ടാക്കി. ഇതാണ് സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഇതിനകത്തെല്ലാം സ്പോറോസോയിറ്റുകളുണ്ട്. ഇത് നമ്മുടെ ബോഡിയിൽ റിലീസായി കഴിയുമ്പോഴത്തേനല്ലേ ഇതിനകത്തുള്ളവയ്ക്ക് മെച്ചുറേഷൻ സംഭവിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രോഫോസോയിറ്റ്. ഓക്കെ, ട്രോഫോസോയിറ്റ്. ആദ്യം ഇവിടെ സ്പോസിനകത്ത് ഉണ്ടായിരുന്ന സമയത്ത് അവർ സ്പോറോസോയിറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഈ സ്പോറോസോയിറ്റിന് രൂപമാറ്റം സംഭവിച്ചിട്ട് അവർ ട്രോഫോസോയിറ്റ് ആവും. ഈ ട്രോഫോസോയിറ്റ് ആണ് എന്ത് ചെയ്യും, നമ്മുടെ സ്പോർ പൊട്ടിയിട്ട് പുറത്തേക്ക് വരുമ്പോൾ മനുഷ്യരിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. ഓക്കെ, ഈ ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ത് ചെയ്യും, കുടലിൻ്റെ ആവരണത്തെ ആക്രമിക്കുകയും അൾസർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, സിസ്റ്റ് ഇൻജക്ഷൻ വഴി ഹ്യൂമൻ ബോഡിയിലേക്ക് വരുന്നു. ആ ഹ്യൂമൻ ബോഡിയിലെത്തുമ്പോൾ സ്പോസിനുള്ളിൽ സ്പോറോസോയിറ്റ് ആണുള്ളത്. ഈ സ്പോറോസോയിറ്റ് മെച്ചുറേഷൻ നടന്നല്ലേ രൂപമാറ്റം നടന്ന് ട്രോഫോസോയിറ്റ്സ് ആകുന്നു. ഈ ട്രോഫോസോയിറ്റ്സ് എന്ത് ചെയ്യും, ചെറുകുടലിൽ അല്ലെങ്കിൽ കുടലിൻ്റെയൊക്കെ ആവരണത്തിലൊക്കെ പോയിരുന്നിട്ട് അവിടെ ഇൻവൈഡ് ചെയ്യുകയും കുടലിൻ്റെ ആവരണത്തെ ആക്രമിക്കുകയും
അതേപോലെ അവിടെ അൾസറുകൾ ഉണ്ടാക്കി നമ്മുടെ ഉള്ളിൽ, അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഓർഗൻസിലേക്ക് കുരുക്കൾ ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ പറയുന്ന എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ആൾക്കാർ. അതിന് ശേഷം എന്ത് ചെയ്യും? ഇവർ ആക്രമണമൊക്കെ നടന്നിട്ട് നമ്മളുടെ എക്സ്ക്രീറ്റ വഴി പുറത്തേക്ക് പോകും അല്ലേ. എക്സ്ക്രീറ്റ വഴി പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവരെന്ത് ചെയ്യും? എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് നടത്തും. എൻസിസ്റ്റ്മെൻറ്റ് എന്ന് പറയും കേട്ടോ. എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകും. എൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എൻസിസ്റ്റേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സിസ്റ്റ് ഇൻ ദ അൺഫേവറബിൾ കണ്ടീഷൻ. അപ്പം പുറത്തേക്ക് പോവാണില്ലേ, അവർക്ക് ഹ്യൂമൻ ബോഡിയാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യം. സോ അവരെന്ത് ചെയ്യും? പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എൻസിസ്റ്റേഷൻ, പുതിയൊരു സ്പോർ ഉണ്ടാക്കിയിട്ട് ആ സ്പോറിനുള്ളിലേക്ക് ഇവരെല്ലാം കൂടെ കയറി ഇരുന്ന്, അല്ല ഈ സ്പോർസ് എല്ലാം കൂടെ നമ്മൾ ഒരിടത്ത് പോകുന്നു, നമുക്ക് ഇപ്പം മോശമായിട്ടുള്ള കാലാവസ്ഥയിൽ അപ്പം നമ്മളൊരു പുതിയ ഇതൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് കയറി ഇരിക്കുന്ന പോലെ ഇവരൊരു സിസ്റ്റ് ഫോം ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? ആ സിസ്റ്റിനുള്ളിലേക്ക് ഇവരെല്ലാം കൂടെ കയറി ഇരുന്നിട്ടാണ് നമ്മുടെ എക്സ്ക്രീറ്റ വഴി പുറത്തേക്ക് പോകുന്നത്. അപ്പം കുറച്ചൊക്കെ ട്രോഫോസോയിറ്റ് ആയിട്ട് അങ്ങ് പുറത്ത് പോകും, ബാക്കിയുള്ളവർ ഉണ്ടാവും സിസ്റ്റ് ഫോം ചെയ്ത് സിസ്റ്റിനകത്തേക്ക് തന്നെ ഇരിക്കും. സോ ഈ പറയുന്ന സിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിലേക്കൊക്കെ നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റയൊക്കെ വഴി പ്രോപ്പറായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് നമ്മുടെ വെള്ളത്തിലേക്ക് വീണ്ടും വരും. ഇത് അടുത്ത ആളിലേക്ക് വീണ്ടും ഇൻഫെക്ഷൻ നടത്താനുള്ള സാധ്യതയുണ്ട്. സോ ഇങ്ങനെയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ഒരു ഇൻഫെക്ഷനിലെ ജീവിത ചക്രം എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യും? സിസ്റ്റുകളായിട്ട് ഭൂമിയിൽ അല്ലെങ്കിൽ സിസ്റ്റുകളായിട്ട് മലിനജലത്തിലും ഭക്ഷണത്തിലും ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. അഴുക്കായിട്ടുള്ള പ്രതലങ്ങളിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. ഇവരെന്ത് ചെയ്യും? മലിനജലത്തിലൂടെ ഭക്ഷണത്തിലൂടെയൊക്കെ ഹ്യൂമൻ ബോഡിയിലേക്ക് സിസ്റ്റ് ഇഞ്ചക്ഷൻ വഴി വരുന്നു. സിസ്റ്റ് ഇഞ്ചക്ഷൻ വഴി എത്തുന്നവർ എന്ത് ചെയ്യും? ആദ്യം അവർ എക്സിസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടത്തുക. അനുകൂല സാഹചര്യം വരുമ്പം സിസ്റ്റ് പൊട്ടിയിട്ട് പുറത്തേക്ക് സ്പോറോസോയിറ്റുകൾ വരുന്നു. ഈ സ്പോറോസോയിറ്റിന് ട്രാൻസ്ഫോർമേഷൻ നടന്നിട്ട് ട്രോഫോസോയിറ്റുകളാവുന്നു. ഈ ട്രോഫോസോയിറ്റ്സ് ആണ് ഹ്യൂമൻ ബോഡിയിൽ കുടലുകളിലൊക്കെ പോയി ആക്രമിക്കുന്നത്. കുടലുകളിൽ ആക്രമിക്കുക, അവിടെ കുരുക്കൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പിന്നീട് എക്സ്ക്രീറ്റ വഴി പുറത്തു പോകുന്നതിന് മുമ്പ് ഇവർ വീണ്ടും എൻസിസ്റ്റേഷൻ നടത്തും. അതായത് ഇവർ സിസ്റ്റ് ഫോം ചെയ്ത് സിസ്റ്റിനുള്ളിലേക്ക് മാറുന്നു, പിന്നെ ഇത് പുറത്തേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ ഇതാണ് അതിൻ്റെ ആ ഒരു ഇത് സിസ്റ്റായിട്ട് ഫോം ചെയ്തു, ഹ്യൂമൻ ബോഡിയിലേക്ക് പോകുന്നു. ഹ്യൂമൻ ബോഡിയിലേക്ക് പോകുമ്പം ആദ്യം എക്സിസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നു. അതായത് ഈ സ്പോർ പൊട്ടിയിട്ട് ഇവർ പുറത്തേക്ക് വരുന്നു. ഈ സ്പോർ പൊട്ടിയിട്ട് ആദ്യം അവരെന്താവും? സ്പോറോസൈറ്റ്സ് ആവും. സ്പോറോസൈറ്റ്സ് പിന്നെ ട്രോഫോസൈറ്റ്സ് ആകും. ഈ ട്രോഫോസൈറ്റ്സിന് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ട് ഇവർ ഹ്യൂമൻ ബോഡിയിലെ ചെറുകുടലിലും ഇൻറ്റേർണൽ ഓർഗൻസിലും ഒക്കെ പോയിട്ട് ഇൻഫെക്ഷൻ ചെയ്യുന്നു. ഇൻഫെക്ഷൻ ചെയ്തിട്ട് ഇവർ പുറത്തു പോകുന്നതിന് മുമ്പ് പിന്നെ എന്ത് ചെയ്യും? എൻസിസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടത്തുന്നത്. അതായത് സിസ്റ്റ് ഫോം ചെയ്ത് ആ സിസ്റ്റിനുള്ളിലേക്കായിട്ട് ഫീക്കസ് വഴി പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഇവരുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. ഇവർ അമീബിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നുണ്ട് കേട്ടോ. അമീബിയാസിസ്, എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക അമീബിയാസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഇതിൻ്റെ ലക്ഷണം എന്തൊക്കെയാണ്? ശക്തമായ വയറുവേദന, മലത്തിൽ രക്തം, മ്യൂക്കസ് തുടങ്ങിയവയാണ് അമീബിയാസിസിൻ്റെ ലക്ഷണം. നമ്മുടെ ഫീക്കസ് മെറ്റീരിയൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫീക്കസിൽ രക്തം ഉണ്ടാകും, അല്ലെങ്കിൽ മ്യൂക്കസിൻ്റെ ഒരു സാന്നിധ്യം കാണും. പിന്നെ അതേപോലെ ശക്തമായ വയറുവേദനയൊക്കെ വരുവാണെങ്കിൽ അമീബിയാസിസ് എന്ന് പറയുന്ന രോഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇവരെന്ത് ചെയ്യും? കരളിനെ മറ്റ് ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ആക്രമിക്കും. അവിടെ കുരുക്കൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രതിരോധ നടപടി എന്നാണ്? തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ വേവിക്കാത്തതോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ ചെയ്യാത്തതൊന്നുമായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതിരിക്കുക. അസംസ്കൃതമായിട്ടത് പ്രോപ്പറായിട്ട് സാനിറ്റേഷൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നാളെ സാനിറ്റൈസർ കുടയാന്നല്ല, അല്ലാതെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ടുള്ള മാത്രം പച്ചക്കറികൾ എടുക്കുക, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ശുചിത്വം പാലിക്കുക തുടങ്ങിയവയാണ് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ ഇൻഫെക്ഷൻ നമുക്ക് തടയാൻ പറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ്
നമ്മുടെ പ്ലാസ്മോഡിയം വിവാക്സ് ഇല്ലേ, പ്ലാസ്മോഡിയം വിവാക്സ് ഏത് ഗ്രൂപ്പിൽ? സ്പോറോസോവൻസിൻ്റെ കൂട്ടത്തിൽ വരുന്നതായിരുന്നു ഇല്ലേ. നമ്മുടെ ഇതോ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്ന ആദ്യത്തെ അമീബോയിഡ് പ്രോട്ടോസോവൻസിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറയുന്നത് മലമ്പനി പോലെയുള്ള രോഗങ്ങൾ അല്ലെ മലേറിയ രോഗം വരുത്താൻ കാരണമായിട്ടുള്ള ഒരു പ്രോട്ടോസോവനാണ്. അപ്പം കൊതുകിൽ നിന്ന്, അപ്പം ഇതിന് ശരിക്കും 2 ഹോസ്റ്റുകളാണുള്ളത് അല്ലേ. അവരുടെ ഡയറക്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്ന മോസ്കിറ്റോസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ ഹ്യൂമൻ ബീയിങ്സിലേക്ക് വരുന്നത്. അപ്പം പ്ലാസ്മോഡിയം വിവാക്സ് കൊതുകിൻ്റെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് ആണ്. ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസം വിച്ച് സപ്പോർട്ട്സ് ദ അഡൽട്ട് ഓർ സെക്ഷുവലി റീപ്രൊഡക്റ്റീവ് ഫോം ഓഫ് എ പാരസൈറ്റ്. ഒരു ഓർഗാനിസം, ഏതെങ്കിലും ഒരു ഓർഗാനിസം സെക്ഷുവലി റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പാരസൈറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഡെഫിനിറ്റീവ് ഹോസ്റ്റാണ് നമ്മുടെ കൊതുക് എന്ന് പറയുന്ന ആൾക്കാർ, മൊസ്കിറ്റോസ്. ഇവരെന്ത് ചെയ്യും? ആദ്യം സ്പോറോഗണി എന്ന് പറയുന്ന ഗ്യാമീറ്റ് രൂപീകരണം എന്ന് പറയുന്നത് നമുക്കറിയാം. ഗ്യാമീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈംഗിക കോശങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അതിന് പറയുന്ന പേരാണ് സ്പോറോഗോണി എന്ന് പറയുന്നത്. ഒരു കൊതുക് രോഗബാധിതനായ മനുഷ്യനെ കടിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ രക്തത്തിൽ നിന്ന് ഈ പറയുന്ന സ്പോറോഗോണി, അതായത് രണ്ടിനെയും കൂടെ ചേർത്ത് പറയുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ആ കൊതുകിൻ്റെ ഉള്ളിലേക്ക് പോകും. ഓക്കെ, ഒരു കൊതുക് രോഗബാധിതനായ ഒരു മനുഷ്യനെ കടിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ രക്തത്തിൽ നിന്ന് ആൺഗ്യാമേറ്റിന് നമ്മൾ പറയുന്ന പേരാണ് മൈക്രോ ഗ്യാമേറ്റുകൾ എന്നും പെൺ ഗ്യാമേറ്റിന് നമ്മൾ മാക്രോ ഗ്യാമേറ്റ്സ് എന്നും പറയാം. ആൺഗ്യാമേറ്റ് ഏതാണ്? മൈക്രോ ഗ്യാമേറ്റ്. പെൺ ഗ്യാമേറ്റ് ആണ് മാക്രോ ഗ്യാമേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു കൊതുക് രോഗബാധിതനായ ഒരാളെ കടിച്ച സമയത്ത് എന്ത് ചെയ്തു? ഈ മലേറിയ ഉള്ള ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോഡിയിൽ നിന്ന് ഈ പെൺ ഗ്യാമേറ്റ്സ് കൊതുകിൻ്റെ ബോഡിയിലേക്ക് എത്തുന്നു. കൊതുകിൻ്റെ വയറ്റിൽ ആൺ ഗ്യാമേറ്റുകൾ എക്സ് ഫ്ലാഗല്ലേഷനിൽ ഒന്നിലധികം മൈക്രോ ഗ്യാമേറ്റുകളെ ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ പെൺ ഗ്യാമേറ്റുകൾ മാക്രോ ഗ്യാമേറ്റുകളായിട്ട് വികസിക്കുകയും ചെയ്തു ഇല്ലേ. നമ്മൾ എക്സ് ഫ്ലാഗല്ലേഷൻ പറയുന്ന സമയത്ത് മൈക്രോ ഗ്യാമേറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെ മൈക്രോ ഗ്യാമേറ്റ് ഒരുമിച്ചിരുന്ന എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും ഡിവിഷൻ നടക്കുന്നതാണ് എക്സ് ഫ്ലാഗല്ലേഷൻ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയാൻ അവിടെ ചെല്ലുമ്പോഴത്തേനും അത് ഒരു കൊതുകിൻ്റെ ബോഡിയിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കൊതുകിൻ്റെ വയറ്റിൽ ഈ പറയുന്ന മൈക്രോ ഗ്യാമേറ്റ് എന്ന് പറയുന്ന ആൺ ഗ്യാമേറ്റുകളുണ്ട്. അതേപോലെ തന്നെ മാക്രോ ഗ്യാമേറ്റുകൾ എന്നറിയപ്പെടുന്ന പെൺ ഗ്യാമേറ്റുകളുണ്ട്. ഇതെന്ത് ചെയ്യും? ഇത് കൊതുകിൻ്റെ ബോഡിയിലേക്ക് രോഗബാധിതനായ ഒരാളിൽ നിന്ന് പ്രവേശിച്ചു. ഈ പറയുന്ന മൈക്രോ ഗ്യാമേറ്റ്സ് വീണ്ടും റാപ്പിഡായിട്ടുള്ള ഡിവിഷൻ നടക്കും. അതേപോലെ തന്നെ മാക്രോ ഗ്യാമേറ്റുകൾക്കും വികസനം സംഭവിക്കും. അതിനുശേഷം എന്ത് ചെയ്യും? ഈ കൊതുകിൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ ഇവർ തമ്മിൽ ബീജസങ്കലനം നടക്കും ഇല്ലേ. നമുക്കറിയാം ഈ ബീജസങ്കലനം നടന്നിട്ട് എന്ത് ചെയ്യും? സൈഗോട്ട് ഫോം ചെയ്യും ഇല്ലേ. സൈഗോട്ട് ഫോം ചെയ്യും. മൈക്രോ ഗ്യാമേറ്റ്സും മാക്രോ ഗ്യാമേറ്റുമായിട്ട് യോജിച്ച് സൈഗോട്ട് അല്ലെങ്കിൽ ഭ്രൂണം ഉണ്ടാകും. ഈ സൈഗോട്ട് ഒക്കിനൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഒക്കിനൈറ്റ് എന്നറിയപ്പെടുന്ന ചലനാത്മക രൂപത്തിലുള്ള സൈഗോട്ടായിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ ഫസ്റ്റ് മലേറിയ ഉള്ള ഒരാളെ വന്ന് കൊതുക് കടിച്ചു. അയാളിൽ നിന്ന് മൈക്രോ ഗ്യാമേറ്റും കൊതുകിൻ്റെ ബോഡിയിലേക്ക് എത്തി. കൊതുകിൻ്റെ ബോഡിയിലെത്തുമ്പം ഈ പറയുന്ന ഗ്യാമേറ്റുകൾക്ക് പെട്ടെന്നുള്ള ഡിവിഷൻസ് നടക്കുന്നു. അതേപോലെ തന്നെ ഇവർക്ക് വികാസം സംഭവിക്കുന്നു. വികസനമൊക്കെ നടന്നതിന് ശേഷം എന്ത് പറ്റുന്നു? ഈ വികസനമൊക്കെ നടന്നതിന് ശേഷം ഇവർ തമ്മിൽ കൊതുകിൻ്റെ ബോഡിയിൽ വെച്ച് തന്നെ ജോയിൻ ചെയ്തിട്ട് ഗ്യാമേറ്റ് രൂപീകരണം നടക്കുന്നു. ആ ഗ്യാമേറ്റിന് പറയുന്ന പേരാണ് ഊക്കിനൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഓക്കിനൈറ്റ് എന്ന് പറയുന്ന ഒരു ഗ്യാമേറ്റ് ചലനാത്മക രൂപത്തിലുള്ള ഗ്യാമേറ്റായി മാറുന്നു. അതിനുശേഷം ഊസിസ്റ്റ് രൂപീകരണം. ഈ ഓക്കിനൈറ്റ് കൊതുകിൻ്റെ വയറ്റിലെ ഭിത്തിയിൽ തുളച്ച് കയറിയിട്ട് ഒരു ഊസിസ്റ്റായിട്ട് വളരുന്നു. ഇപ്പം എന്ത് ചെയ്യും? നമ്മുടെ ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ പറയുമ്പോഴത്തേന് നമ്മുടെ സ്പേമും എഗ്ഗുമായിട്ട് ജോയിൻ ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നേരെ സൈഗോട്ട് വന്നിട്ട് അമ്മയുടെ യൂട്രസിൽ പറ്റിപ്പിടിച്ച് വളരുന്ന പോലെ തന്നെ ഈ ഓക്കിനൈറ്റ് എന്ത് ചെയ്യും? ഈ ഓക്കിനൈറ്റ് നമ്മുടെ കൊതുകിൻ്റെ ബോഡിയിലേക്ക് തുളച്ച് കയറി അതിൻ്റെ വയറ്റിലെ ഭിത്തിയിൽ തുളച്ച് കയറി അവിടെ ഊസിസ്റ്റായിട്ട് ഡെവലപ്മെൻറ്റ്സ് നടത്തും. ഈ ഊസിസ്റ്റിനുള്ള ആവർത്തിച്ചുള്ള വിഭജനത്തിലൂടെ ഒന്നിലധികം സ്പോറോസോയിറ്റുകൾ ഉണ്ടാകും. നേരത്തെ നമ്മൾ പറഞ്ഞു ഇല്ലേ, നമ്മുടെ ആരുടെ കേസിലായിരുന്നു? നമ്മുടെ
ഇതിനു മുമ്പ് പറഞ്ഞ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴും അവിടെയും പറഞ്ഞിരുന്നു അല്ലേ, സ്പോറോസോയിറ്റുകൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ അല്ലേ. ഇവിടെയും ഈ പറയുന്ന oocyst കൊതുകിൻ്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്തിട്ട് അവിടെ നിന്ന് ഡെവലപ്മെൻറ്റ്സ് നടക്കും. ഈ oocyst എന്ത് ചെയ്യും, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് സ്പോറോസോയിറ്റുകളാവും. ഈ സ്പോറോസോയിറ്റുകൾ എന്ത് ചെയ്യും, നേരെ ഈ സ്പോറോസോയിറ്റുകൾ oocyst പൊട്ടിയിട്ട് സ്പോറോസോയിറ്റുകളെല്ലാം കൊതുകിൻ്റെ ഉമിനീർ ഗ്രന്ഥിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, ഫസ്റ്റ് ഹ്യൂമൻ ബീയിങ്സിനെ ബൈറ്റ് ചെയ്യുന്നു, ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് മോസ്കിറ്റോയിലേക്ക് പോകുന്നു. ഈ മോസ്കിറ്റോയിൽ മൈക്രോ ആൻഡ് മാക്രോ ഗ്യാമേറ്റ്സ് ഉണ്ട്, മൈക്രോ ഉണ്ട് മാക്രോ ഗ്യാമേറ്റ് ഉണ്ട്. ഈ മൈക്രോ ഗ്യാമേറ്റ് കൊതുകിൻ്റെ ബോഡിയിൽ എത്തുമ്പോൾ റാപ്പിഡായിട്ടുള്ള ഡിവിഷൻ സംഭവിക്കുന്നു, മാക്രോ ഗ്യാമേറ്റിൻ്റെ വികസനം സംഭവിക്കുന്നു. ഇവിടെ വെച്ച് തന്നെ ഈ പറയുന്ന മൈക്രോയും മാക്രോ ഗ്യാമേറ്റും കൂടെ ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാകുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഈ സൈഗോട്ടിന് നമ്മൾ പറയുന്ന പേരാണ് ഊക്കിനൈറ്റ് അല്ലെങ്കിൽ ഓക്കിനൈറ്റ് എന്ന് പറയും. ഈ ഓക്കിനൈറ്റ് എന്ത് ചെയ്യും, കൊതുകിൻ്റെ അബ്ഡോമനിൽ അല്ലെ കൊതുകിൻ്റെ വയറ്റിൽ പറ്റിപ്പിടിച്ച് വളർന്നിട്ട് അത് ഊസൈറ്റായിട്ട് മാറുന്നു. ഈ ഊസൈറ്റ് അവിടെ ഇരുന്ന് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ട് എന്തായി മാറുന്നു, സ്പോറോസോയിറ്റുകൾ, റാപ്പിഡായിട്ടുള്ള ഡിവിഷൻ നടന്നിട്ട് സ്പോറോസോയിറ്റുകളാകുന്നു. ഈ സ്പോറോസോയിറ്റ് കുറേ നാൾ കഴിയുമ്പോൾ ഊസൈറ്റ് പൊട്ടിയിട്ട് ഈ പറയുന്ന സ്പോറോസോയിറ്റുകളെല്ലാം റിലീസായിട്ട് നേരെ എന്ത് വരുന്നു, നമ്മുടെ കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികളിലേക്ക് വരുന്നു. അപ്പോൾ ഈ സ്പോറോസോയിറ്റുകൾ ഇവിടെ ഇപ്പോൾ എവിടെ ഉണ്ട്, കൊതുകിൻ്റെ ഉമിനീർ ഗ്രന്ഥികളിലുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സ്റ്റേജ്, ഇതാ കൊതുകിലുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞു. നെക്സ്റ്റ് മോസ്കിറ്റോയിലെ സ്റ്റേജ് കഴിയുമ്പം നെക്സ്റ്റ് ആരാണ്, മനുഷ്യരിലേക്ക് പോകും. മനുഷ്യൻ എന്ന് പറയുന്ന അവരുടെ നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് എന്ന് പറയാൻ ഒക്കില്ല, നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. സോ അതിനാണ് നമ്മൾ എക്സോ എറിത്രോസൈറ്റിക് അല്ലെങ്കിൽ ഘട്ടം അല്ലെങ്കിൽ കരൾ ഘട്ടം എന്ന് പറയുന്നത്. നേരെ ഇതെന്ത് ചെയ്യും, ഈ പറയുന്ന ഒരു കൊതുകിൻ്റെ ബോഡിയിൽ മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള ആ പ്രോട്ടോസോവൻ ഉണ്ട്, അതിൻ്റെ ഉമിനീർ ഗ്രന്ഥിയിൽ അതിൻ്റെ സ്പോറോസോയിറ്റ് വന്നിരിക്കുകയാണ്. ആ സ്പോറോസോയിറ്റുള്ള ആ ഉമിനീർ ഗ്രന്ഥിയുള്ള ആ കൊതുക് എന്ത് ചെയ്യുന്നു, ഉമിനീർ ഗ്രന്ഥിയിൽ സ്പോറോസോയിറ്റുള്ള ആ കൊതുക് ഹ്യൂമൻ ബീയിങ്സിനെ ആരെങ്കിലും ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ അവരിലേക്ക് ഈ സ്പോറോസോയിറ്റ് പകരും. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ കരൾ ഘട്ടം അല്ലെങ്കിൽ എക്സോ എറിത്രോസൈറ്റിക് ഘട്ടം എന്നാണ് പറയുന്നത്. എക്സോ എറിത്രോസൈറ്റിന് ഉള്ളിലല്ല, എറിത്രോസൈറ്റ്സിന് പുറത്തുള്ള ഘട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ആദ്യം എന്ത് ചെയ്യുന്നു, ഈ കൊതുക് വന്ന് നമ്മളെ കടിക്കുന്ന വഴി അതിൻ്റെ ഈ പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ സ്പോറോസോയിറ്റിനെ ഹ്യൂമൻ ബീയിങ്സിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുന്നല്ലേ, കുത്തിവെക്കുന്നു. അപ്പോൾ രക്തം കഴിക്കുന്ന സമയത്ത് രോഗബാധിതമായ കൊതുക് മനുഷ്യ രക്തത്തിലേക്ക് സ്പോറോസോയിറ്റുകളെ കുത്തിവെക്കുന്നു. സ്പോറോസോയിറ്റുകൾ കരളിലേക്ക് സഞ്ചരിക്കുകയും ഹെപ്പറ്റോസൈറ്റുകളെ ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്പോറോസോയിറ്റുകൾ എന്ത് ചെയ്തു, ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയിലെത്തി. ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയിൽ ഹെപ്പറ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിലെ കോശങ്ങളാണ്. ഹെപ്പറ്റോസൈറ്റിലേക്ക് പോയി അവിടെ ആക്രമിക്കുകയും ചെയ്യുന്നു. അപ്പം കരളിലെ കീസോഗോണി എന്ന് പറയുന്ന പ്രോസസ്സാണ് അടുത്ത വരുന്നത്. ഹെപ്പറ്റോസൈറ്റുകൾക്കുള്ളിൽ സ്പോറോസോയിറ്റുകൾ അലൈംഗികമായി പെരുകി മീറോസോയിറ്റുകളായി മാറുന്നു. അപ്പം എന്ത് ചെയ്യുന്നു, നേരെ സ്പോറോസോയിറ്റുകൾ നമ്മുടെ കരളിലെത്തി, കരളിലെ ഹെപ്പറ്റോസൈറ്റുകൾ ഉണ്ട്, അവിടെ എത്തിയിട്ട് ഇതെന്ത് ചെയ്യുന്നു, എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് പെരുകിയിട്ട് മീറോസോയിറ്റുകളാകുന്നു. ഈ മീറോസോയിറ്റുകൾ എന്ത് ചെയ്യുന്നു, കുറേ നാൾ കഴിയുമ്പോൾ ഈ ഹെപ്പറ്റോസൈറ്റ് സെൽസ് റപ്ചർ ചെയ്തിട്ട് ഈ മീറോസോയിറ്റുകൾ പുറത്തേക്ക് വരുന്നു. ഹെപ്പറ്റോസൈറ്റ് റപ്ചർ ചെയ്യുമ്പോഴത്തേന് അല്ലെ പൊട്ടുമ്പോഴത്തേന് എന്ത് ചെയ്യും, ഈ പറയുന്ന മീറോസോയിറ്റുകൾ പുറത്തേക്ക് വരുന്നു. അടുത്തൊരു സ്റ്റേജ് ഉണ്ട്, ഈ സ്റ്റേജിനെയാണ് നമ്മൾ സ്കീസോസോണി എന്ന് പറയുന്ന ഒരു സ്റ്റേജ്. അവിടെ എന്താണ്, സ്പോറോസോയിറ്റുകൾ നമ്മുടെ ഹെപ്പറ്റോസൈറ്റ് സെല്ലുകളിൽ പോയി പറ്റിപ്പിടിച്ചിരുന്നിട്ട് അലൈംഗികമായ പ്രത്യുൽപാദനത്തിലൂടെ ഇത് മീറോസോയിറ്റുകളാവുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്കീസോഗോണി എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്കീസോഗോണി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ മീറോസോയിറ്റുകൾ പുറത്തേക്ക് വന്നു അല്ലേ. ഈ മീറോസോയിറ്റുകൾ
ഈ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ നമ്മൾ കൂടുതലും പഠിച്ച +2 കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതലും പഠിക്കുന്നത് ഇംഗ്ലീഷിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് മലയാളത്തിൽ പെട്ടെന്ന് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇംഗ്ലീഷിലൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പം മലയാളം വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ആ ഇംഗ്ലീഷ് വാക്കുകൾ നിങ്ങൾ വായിച്ചാൽ മതി. അടുത്തയാണ് ഹിപ്നോസോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഹിപ്നോസോയിഡ് സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് ചില സ്പോറോസോയിറ്റുകൾ കരളിൽ തന്നെ ഹിപ്നോസോയിറ്റുകൾ എന്ന് വിളിക്കുന്ന ഒരു സ്ട്രക്ചറായിട്ട് പ്രവർത്തനരഹിതമായ രൂപങ്ങളായിട്ട് അവിടെ ഇരിക്കും. എന്താണ് ഹിപ്നോസോയിറ്റ് എന്ന് പറയുന്നത്? അപ്പം മീറോസോയിറ്റ് ഹെപ്പറ്റോസൈറ്റ് സെൽസ് പൊട്ടിയിട്ട് മീറോസോയിറ്റായി. മാത്രമല്ല ഈ മീറോസോയിറ്റുകളിൽ കുറച്ചെണ്ണം ഹിപ്നോസോയിറ്റുകളാവും. അതായത് ഹിപ്നോസോയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് അല്ലാത്ത സ്റ്റേജിൽ അങ്ങനെ തന്നെ ആ കരൾ കോശങ്ങളിൽ അവിടെ തന്നെ ഇരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും അനുകൂലമായ സാഹചര്യം വരുമ്പോൾ ഇവർ മലേറിയയ്ക്ക് കാരണമാകും. അതുകൊണ്ടാണ് ചിലപ്പോൾ മലേറിയ ഉണ്ടായി കഴിഞ്ഞ് ഇത് മാസങ്ങളോളം വർഷങ്ങളോളം കഴിഞ്ഞ് വീണ്ടും മലേറിയ വരുത്താനായിട്ടുള്ള, കാരണം മലേറിയ ഉണ്ടായിട്ടുള്ള ആൾക്ക് പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ മലേറിയ പോലുള്ള രോഗങ്ങൾ വീണ്ടും വരാം. ചിലപ്പോൾ ഹിപ്നോസോയിറ്റ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് അവരുടെ ബോഡിയിൽ തന്നെ ഉണ്ടായിട്ടായിരിക്കും. അപ്പോൾ എന്ത് പറ്റി? ഈ പറയുന്ന മീറോസോയിറ്റുകൾ റപ്ചർ ചെയ്തു. മീറോസോയിറ്റുകൾ റപ്ചർ ചെയ്തിട്ട് ബ്ലഡിലേക്കാണ് റിലീസ് ആവുന്നത്. സോ ബ്ലഡിൽ റിലീസ് ആകുമ്പോൾ അടുത്തയാണ് ആദ്യം നമ്മൾ പറഞ്ഞു എക്സോ എർത്രോസൈറ്റിക്. ഇവിടെ എക്സോ എർത്രോസൈറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു ഇല്ലേ, കരൾ ഘട്ടമെന്ന് പറഞ്ഞു. ഇനി അടുത്താണ് രക്തത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളിലുള്ള ഘട്ടം, മൂന്നാമത്തെ ഘട്ടമാണ് വരുന്നത്. അതാണ് എർത്രോസൈറ്റിക് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ എർത്രോസൈറ്റിക് സൈക്കിൾ അല്ലെ രക്തഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കി, ചുവന്ന രക്തകോശങ്ങളെ ആക്രമിക്കുന്നു. ഈ മീറോസോയിറ്റുകൾ ഹെപ്പറ്റോസൈറ്റ് സെല്ലുകളിൽ നിന്ന് പൊട്ടി മീറോസോയിറ്റുകൾ റിലീസായി, ബ്ലഡിലേക്ക് റിലീസായി. ഈ ബ്ലഡിലേക്ക് റിലീസായിട്ടുള്ള ഈ പറയുന്ന മീറോസോയിറ്റുകൾ എന്ത് ചെയ്യും? മീറോസോയിറ്റുകൾ ചുമന്ന രക്താണുക്കളിൽ പ്രവേശിച്ച് ട്രോഫോസോയിറ്റുകളായി മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോറോസോയിറ്റുകൾ നേരെ ട്രോഫോസോയിറ്റ് ആയി അല്ലേ. ഇവിടെ പക്ഷേ സ്പോറോസോയിറ്റ് ഉണ്ടായി, സ്പോറോസോയിറ്റിൽ നിന്ന് മീസോസോയിറ്റ് ഉണ്ടായി. മീസോ അല്ല മീറോ കേട്ടോ. മീറോസോയിറ്റ് ഉണ്ടായി. മീറോസോയിറ്റ് ഹെപ്പറ്റോസൈറ്റ് സെല്ലിലായിരുന്നു ഡെവലപ്മെൻറ്റ്സ് നടന്ന് അത് റപ്ചർ ചെയ്ത് മീറോസോയിറ്റ് പുറത്തു വന്നു. അതിനുശേഷം മീറോസോയിറ്റുകൾ എന്തായാലും രക്തത്തെ പ്രവേശിക്കുമ്പോൾ ട്രോഫോസോയിറ്റുകളായിട്ട് മാറും. ട്രോഫോസോയിറ്റുകളായി മാറുന്നു. ഈ ട്രോഫോസോയിറ്റുകൾ എന്ത് ചെയ്യും? ഈ രക്തകോശത്തിൽ ഡെവലപ്മെൻറ്റ്സ് നടക്കും. ട്രോഫോസോയിറ്റുകൾ വളരുകയും ഹീമോഗ്ലോബിനെ ഭക്ഷിക്കുകയും മോതിരം പോലെയുള്ള ഘടന ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രായപൂർത്തിയായ ട്രോഫോസോയിറ്റുകൾ സ്കിസോഗോണിക്ക് വിധേയമാകുന്നു. ഓരോ RBCയിലും 6 to 24 മീറോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഈ മീറോസോയിറ്റ് എന്ത് ചെയ്യും? ഈ ട്രോഫോസോയിറ്റ് എന്ത് ചെയ്യും? ഈ ഹീമോഗ്ലോബിനെ എല്ലാം കൂടെ ഭക്ഷിച്ചിട്ട് മോതിരം പോലെയുള്ളൊരു സ്ട്രക്ചറാവും. അതായത് ഷൈസോഗോണി എന്ന് പറയുന്ന ആദ്യം പറഞ്ഞ ആ ഒരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു അല്ലേ, ഹെപ്പറ്റോസൈറ്റിൽ പോയിട്ട് അവിടെ ഷൈസോഗോണി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. അവിടെ ഇരുന്നത് അലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ വീണ്ടും റാപ്പിഡ് ആയിട്ടുള്ള ഡിവിഷൻ സംഭവിക്കുകയാണ്. അതേപോലെ ഈ ട്രോഫോസോയിറ്റ് ഹീമോഗ്ലോബിൻ സെൽസിനെ കുറേ നേരം ഭക്ഷിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഒരു മോതിരം പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ട് അതിനകത്തിരുന്നിട്ട് എന്ത് ചെയ്യും? അലൈംഗിക പ്രത്യുൽപാദന ഷൈസോഗോണിയിലൂടെ കൂടുതലായിട്ടുള്ള വീണ്ടും പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ അല്ലെങ്കിൽ മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പ്രോട്ടോസോവൻ്റെ നമ്പർ വീണ്ടും കൂട്ടും. അവിടെ എന്ത് ചെയ്യും? 6 to 24 ട്രോഫോസോയിറ്റ് അല്ലെങ്കിൽ മീറോസോയിറ്റ് ഉണ്ടാകും. 6 to 24 സ്ക്ലീറോസൈറ്റ് വിധേയം ഓരോ RBCയിലും 6 to 24 മീറോസൈറ്റ് അല്ലെ ട്രോഫോസോയിറ്റുകൾ ഉണ്ടാകും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന RBC റപ്ചർ ചെയ്യും. RBCയിലുള്ള ഈ ട്രോഫോസോയിറ്റുകൾ ഷൈസോഗോണി നടക്കുകയെന്ന് പറഞ്ഞാൽ RBCയിൽ കുറേ എണ്ണം ആയി കഴിയുമ്പോൾ RBC റപ്ചർ ആയതിനു ശേഷം എന്ത് ചെയ്യും? രോഗബാധിതരായ ചുവന്ന രക്താണുക്കൾ പൊട്ടി മീറോസോയിറ്റുകളെ രക്തത്തിലേക്ക് വിടും. ഈ പ്രക്രിയ എന്ത് ചെയ്യും? ഈ പറയുന്ന രക്തത്തിലേക്ക് കുറേ മീറോസോയിറ്റുകൾ വരുമ്പോഴത്തേന് മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പനി, വിറയൽ പോലെയുള്ള, അതായത് കണ്ടിന്യൂസ് ഒരു ടൈം പീരീഡ് ഇടവിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള വിറയലും പനിയാണ് ഈ പറയുന്ന മലേറിയയുടെ ലക്ഷണം എന്ന് പറയുന്നത്. ആ ലക്ഷണങ്ങൾ കാണിക്കുവാൻ തുടങ്ങും. പനി, വിറയൽ പോലെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് ഹ്യൂമൻ ബീയിങ്സിൽ മലേറിയ വരുന്നത്.
ഗാമിറ്റോസൈറ്റ് രൂപീകരണം ചില ഗാമിറ്റോസൈറ്റ് അല്ല കേട്ടോ, ഗ്യാമിറ്റോസൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഗ്യാമിറ്റോസൈറ്റ്. ഗ്യാമിറ്റോസൈറ്റ്സ്. അപ്പോൾ അത് കഴിഞ്ഞ് ചില മിറോസൈറ്റ്സ് എന്ത് ചെയ്യും, ചില മിറോസൈറ്റ്സ് നേരെ ഗ്യാമേറ്റ്സ് ആയിട്ട്, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൈക്രോ ആൻഡ് മാക്രോസൈറ്റുകളായിട്ട്, അല്ലെ ഗ്യാമേറ്റ്സ് ആൺ പെൺ ഗ്യാമേറ്റ്സ് ആയിട്ട് മാറും. അതിന് ശേഷം എന്ത് ചെയ്യും, അടുത്ത കൊതുക് വന്നിട്ട് കടിച്ചിട്ട് അടുത്ത ജീവികളിലേക്ക് പോകും. അതാണ് ശരിക്കും പ്ലാസ്മോഡിയം വിവാക്സിൻ നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കൊതുകുകളിലുള്ള ഒരു സ്റ്റെപ്പാണ്. ഞാനൊന്ന് കുറച്ചുകൂടെ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞു തരാം, നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി കാണുമെന്ന് എനിക്കറിയാം. ആദ്യത്തെ സ്റ്റെപ്പിൽ കൊതുകുകളിലാണ് കാണപ്പെടുന്നത്. കൊതുകാണ് അതിൻ്റെ ആദ്യത്തെ ഡെഫിനിറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ മച്ചുവർ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു പാരസൈറ്റിന് അതിൻ്റെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ്, റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് നടത്താൻ പറ്റിയ ഓർഗാനിസത്തിനെയാണ് നമ്മൾ ഡെഫിനിറ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. മോസ്കിറ്റോ ആണ് അതിൻ്റെ ഡെഫിനിറ്റീവ് സ്റ്റേജിൽ വരുന്നത്. രോഗബാധിതനായ ഒരു വ്യക്തിയിൽ നിന്നും മൈക്രോ ആൻഡ് മൈക്രോ ഗ്യാമേറ്റ് എന്ന് പറയുന്നത്, മൈക്രോ ഗ്യാമറ്റോസൈറ്റ് എന്ന് പറയുന്നത് മെയിൽ ഗ്യാമേറ്റ് ആണ്. അതേപോലെ തന്നെ മാക്രോ ഗ്യാമേറ്റോസൈറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ ഗ്യാമേറ്റ് ആണ്. ഇതെന്ത് ചെയ്യുന്നു, ഇത് നമ്മുടെ കൊതുകിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. കൊതുകിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ഈ മൈക്രോ ഗ്യാമേറ്റ്സിന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിവിഷൻ നടക്കുന്നു. അതേപോലെ മാക്രോ ഗ്യാമേറ്റ്സിനെല്ലാം ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരുടെ ജോയിൻ ചെയ്തിട്ട് പുതിയൊരു സൈഗോട്ട് ഫോം ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ഓക്കിനൈറ്റ് എന്ന് പറയുന്നത്. ഈ ഓക്കിനൈറ്റ് നമ്മുടെ കൊതുകിൻ്റെ ബോഡിയിലേക്ക് ഇൻവൈഡ് ചെയ്യുകയും അവിടെ ഇരുന്നത് ഊസൈറ്റ് ഡെവലപ്മെൻറ്റ്, അത് അവിടെ പോയിട്ട്, അതായത് കൊതുകിൻ്റെ ബോഡിയിൽ കയറി കഴിയുമ്പോൾ അത് ഊസൈറ്റ് ആയിട്ട് മാറുന്നു. അവിടെ ഇരുന്നിട്ട് ഇതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. അത് അവിടെ ഡെവലപ്മെൻറ്റ് നടന്നുണ്ടാവുന്നതാണ് സ്പൈറോസൈറ്റ് എന്ന് പറയുന്നത്. ഈ സ്പൈറോസൈറ്റ് കുറേ നാൾ ഊസൈറ്റ് ഡെവലപ്മെൻറ്റ് കഴിയുമ്പോഴത്തേന് ഈ ഊസൈറ്റ് പൊട്ടിയിട്ട് പുറത്തേക്ക് വരും. ഈ സ്പൈറോസൈറ്റ് എന്ത് ചെയ്യും, നേരെ മൂവ് ചെയ്ത് കൊതുകിൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് വരും. ഈ സ്പൈറോസൈറ്റ്സ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഈ കൊതുക് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കടിക്കുകയാണെങ്കിൽ ഈ സ്പൈറോസൈറ്റ് എന്ത് ചെയ്യും, ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്യും. ഈ സ്പൈറോസൈറ്റ് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയിലേക്ക് എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ നേരെ ബ്ലഡിലൂടെ ഹെപ്പറ്റോസൈറ്റ് സെൽസിലാണ്, കരളിലെ കോശങ്ങളിലേക്കാണ് പോകുന്നത്. കരളിലെ കോശങ്ങളിൽ ഹെപ്പറ്റോസൈറ്റ് സെല്ലിൽ പോയിട്ട് ഇവർക്ക് അവിടെ ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ട് ഇവരെന്ത് ചെയ്യും, മീറോസൈറ്റ് ആയിട്ട്, അത് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ഡെവലപ്മെൻറ്റ്സ് നടക്കുമ്പോൾ ഈ കരളിലെ കോശങ്ങൾ പൊട്ടുകയും ഈ ഹെപ്പറ്റോസൈറ്റ് സെല്ലിൽ നിന്ന് മീറോസൈറ്റ്സ് ആയിട്ട് ഇവ പുറത്തേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ മീറോസൈറ്റ്സിന് പിന്നീട് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടത് ട്രോഫോസൈറ്റ് ആകുന്നു. ഈ ട്രോഫോസൈറ്റ് എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിലെ കോശങ്ങളിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ RBC സെൽസിലേക്ക് എൻട്രി ചെയ്യുന്നു. RBC സെല്ലിൽ എൻട്രി ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇത് അവിടുത്തെ ഹീമോഗ്ലോബിനെയൊക്കെ ഭക്ഷിക്കുകയും അതൊരു മോതിരം പോലെയുള്ള ഒരു സ്ട്രക്ചറായി മാറുകയും ചെയ്യും. അവിടെ ഇതിന് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ട് അത് ഒരു ഇത്ര നാൾ കഴിയുമ്പോഴത്തേന് അത് വീണ്ടും ഈ RBC സെല്ല് റപ്ചർ ചെയ്തിട്ട് ഇത് പുറത്തേക്ക് ഈ മീറോസൈറ്റ്സ് അല്ലെങ്കിൽ ട്രോഫോസൈറ്റ്, ഇവിടെ നമ്മൾ മീറോസൈറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഘട്ടമാണ് മീറോസൈറ്റിൻ്റെ നെക്സ്റ്റ് ഘട്ടമാണ് ട്രോഫോസൈറ്റ്. രണ്ടും പറഞ്ഞാൽ കറക്റ്റാണ്. അപ്പോൾ ട്രോഫോസൈറ്റുകളായിട്ട് ഇത് ബ്ലഡിലേക്ക് റിലീസ് ആവുകയും ചെയ്യുന്നു. ഈ RBC റപ്ചർ ചെയ്തിട്ട് ഈ ബ്ലഡിലേക്ക് റിലീസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ശക്തമായ പനിക്കും വിറയലിനും ഒക്കെ കാരണമാകുന്നു. അതാണ് നമ്മുടെ മലേറിയയിലെ അല്ലെങ്കിൽ മലമ്പനി എന്ന് പറയുന്ന സാധനത്തുള്ള ഭയങ്കരമായിട്ടുള്ള വിറയലൊക്കെയുള്ള പനിയാണ്. അതാണ് നമ്മുടെ മലേറിയയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, താഴെ പറയുന്നതിൽ ഏതാണ് ഈ പറയുന്ന മലേറിയൻ്റെ കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫോമായി അല്ലാത്തത് ഏതാണെന്ന്. ഇപ്പം നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഏതൊക്കെ സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് മാക്രോ ആൻഡ് മൈക്രോ ഗ്യാമേറ്റുകളുണ്ട്, അത് കഴിഞ്ഞിട്ട് സ്പോറോസോയിറ്റുകൾ വരുന്നുണ്ട്, നെക്സ്റ്റ് ഓക്കിനൈറ്റ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഊസൈറ്റായി, സ്പോറോസോയിറ്റായി, മീറോസോയിറ്റായി, ട്രോഫോസോയിറ്റായി, 7 സ്റ്റേജോളം വരുന്നുണ്ട്. 7 സ്റ്റേജും ഒന്ന് ഓർത്ത് വെച്ചേക്കണം, കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ചില മീറോസോയിറ്റുകൾ എന്ത് ചെയ്യും, ചില മീറോസോയിറ്റുകൾ ഇങ്ങനെ പനി ഇതിനൊക്കെ കാരണമാകാതെ അവർ നേരെ ഗ്യാമേറ്റായിട്ട് ഫോം ചെയ്യും. മൈക്രോ ആൻഡ് മാക്രോ ഗ്യാമേറ്റായിട്ട് ഫോം ചെയ്തതിന് ശേഷം അത് അടുത്ത കൊതുകുകളിലേക്ക് അല്ലെങ്കിൽ ആ രോഗബാധിതനെ കുത്തുന്നത് വഴി അടുത്ത കൊതുകിലേക്ക് മൊസ്കിറ്റോയിലേക്ക് പോവുകയും അതിൻ്റെ ബാക്കിയുള്ള ഡെവലപ്മെൻറ്റ്സ് നടത്തുകയും ചെയ്യും. ഓക്കെ,
അപ്പോൾ ഈ പറയുന്ന രോഗകാരി എന്തുണ്ടാക്കുന്നു? അത് പ്ലാസ്മോഡിയം വിവാക്സ് മലമ്പനി അല്ലെ മലേറിയ എന്ന് പറയുന്ന രോഗമുണ്ടാക്കുന്നു. പനി, വിറയൽ, വിയർപ്പ്, ചുമന്ന രക്താണുക്കളുടെ നാശം മൂലമുള്ള വിളർച്ച, പ്രവർത്തനരഹിതമായ കരൾ രൂപങ്ങളിലെ ഹെപ്പറ്റോസോയിറ്റുകൾ എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട് അല്ലേ. നമുക്കറിയാം നമ്മുടെ കരളിനെ ആദ്യം ബാധിച്ചിട്ട് അവിടെ പോയിട്ട് അവിടുത്തെ ഹെപ്പറ്റോസൈറ്റ് സെൽസിലാണ് ഈ പറയുന്ന പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫോംസ് ഒക്കെ വളരുന്നത്. സോ അവിടെ കരൾ കോശങ്ങൾക്ക് നാശം വരുത്താനും ഈ പറയുന്ന പ്ലാസ്മോഡിയം വിവാക്സിന് പറ്റും. ഇതിന് പ്രതിരോധ നടപടി എന്താ? കൊതുക് വലകൾ, റിപ്പലൻസ് ഒക്കെ ഉപയോഗിക്കുക, അതേപോലെ കൊതുക് പെരുകുന്ന സ്ഥലങ്ങൾ ഇല്ലാതാക്കുക, അതേപോലെ തന്നെ പ്രാദേശിക പ്രദേശങ്ങളിൽ ക്ലോറോക്വിനിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ ഉപയോഗിക്കുക എന്നിവ മാത്രമേ നമുക്ക് ഈ പറയുന്ന മലമ്പനി തടയാനായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ക്ലോറോക്വിനിൻ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഈ പറയുന്ന മരുന്നുകൾ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രതിരോധ നടപടി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളിപ്പം പറഞ്ഞു വരുന്നത്? എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക പറഞ്ഞു, പ്ലാസ്മോഡിയം വിവാക്സ് പറഞ്ഞു അല്ലേ. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക മലിനമായ ജലത്തിൽ കൂടെയാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന പ്ലാസ്മോഡിയം വിവാക്സിൽ മലമ്പനിക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം പ്രോട്ടോസോവ നമ്മുടെ ബോഡിയിൽ വരുന്നത് കൊതുകുകൾ കൂടിയാണ്. അടുത്തയാണ് നമ്മുടെ ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് എന്ന് പറയുന്ന ആൾക്കാർ. അതായത് സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമായിട്ടുള്ള ഇത് ഏത് പ്രോട്ടോസോവൻസിൻ്റെ കൂട്ടത്തിലായിരുന്നു വരുന്നത്? സീലിയേറ്റഡ് ആണോ, അമീബോയിഡ് ആണോ, അതോ ഫ്ലജിലേറ്റഡ് പ്രോട്ടോസോവൻസിൻ്റെ കൂട്ടത്തിലാണ് വരുന്നത് അല്ലേ. ഇവിടെ പറഞ്ഞായിരുന്നു അല്ലേ, ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ജസ്റ്റ് ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. അപ്പം ഫ്ലാജിലേറ്റഡ് പ്രോട്ടോസോവൻ ആണല്ലേ, ഫ്ലാജിലേറ്റഡ്. ഓക്കെ. ട്രിപ്പാനോസോമയുടെ രൂപഘടനയുടെ സവിശേഷതകൾ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും? ഏകദേശം സ്പിൻഡിൽ ആകൃതിയിലുള്ള സ്ട്രക്ചറാണ്. ഇതാണ് ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു സ്പിൻഡിൽ ആകൃതി ആയിരിക്കും. അതേപോലെ തന്നെ 15 to 30 മൈക്രോ മില്ലിമീറ്റർ നീളവും 1 to 13 മൈക്രോ മില്ലിമീറ്റർ വീതിയുമായിരിക്കും ഉള്ള. 1 to 13 അല്ല, 1 to 3 മൈക്രോമീറ്റർ വീതിയുമുള്ള ആൾക്കാരാണ് ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് എന്ന് പറയുന്നത്. ഇവർക്ക് ഫ്ലജല്ലമുണ്ട്. ഒരൊറ്റ സ്വതന്ത്രമായിട്ടുള്ള ഫ്ലജല്ലമാണ് പിൻവശത്ത് നിന്ന് ഉടലെടുത്ത് ശരീരത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫ്ലജല്ലമാണ് ഇവർക്ക് മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നത്. മാത്രമല്ല ഇത് കോശ ശരീരവുമായി ഒരു അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ വഴി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഫ്ലജല്ലം. ഈ പറയുന്ന അണ്ടുലേറ്റിംഗ് മെംബ്രെയിനും ഈ ഫ്ലജല്ലവും കൂടെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇതിന് മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നത്. മാത്രമല്ല ഈ അണ്ടുലേറ്റിംഗ് മെംബ്രെയിൻ ശരീരവുമായി ഫ്ലജല്ലത്തിൻ്റെ അറ്റാച്ച്മെൻറ്റിലൂടെ രൂപം കൊണ്ട നേർത്ത ഈ പറയുന്ന ആൻഡുലേറ്റിങ്ങിൻ്റെ മലയാളമാണ് ഈ അലകളുടെ മെംബ്രെയിൻ എന്ന് പറഞ്ഞ് വന്നത് കേട്ടോ. ഇതിങ്ങ് വിട്ടുതരാം, സോറി. ഓക്കെ, അപ്പോൾ ഈ ആൻഡുലേറ്റിംഗ് മെംബ്രെയിനും ഈ പറഞ്ഞ ഫ്ലജല്ലവും കൂടെ കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് രക്തം പോലെയുള്ള വിസ്കസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലൂടെയൊക്കെ ഈ പറയുന്ന ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസിന് യാത്ര ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഫ്ലജല്ലം ഓർത്ത് വെക്കുക. ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? ഇവർക്ക് നീളമേറിയ ഒരു 1 to 13 15 to 30 മൈക്രോ മില്ലിമീറ്റർ നീളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. വീതി എന്ന് പറയുന്നത് 1 to 3 മൈക്രോ മില്ലിമീറ്റർ ആയിരിക്കും. ഇവർക്കൊരു ഫ്ലജല്ലമുണ്ട്. ഈ ഫ്ലജല്ല ആണ് ഇവർക്ക് മൂവ്മെൻറ്റിന് സഹായിക്കുന്നത്. മാത്രമല്ല ഇതിനെ കണക്ട് ചെയ്തിട്ടൊരു അൻഡുലേറ്റിംഗ് മെംബ്രെയിൻ ഉണ്ട്. ഈ പറയുന്ന ഫ്ലജല്ലോ അൻഡുലേറ്റിംഗ് മെംബ്രെയിനൂടെ ഒരു പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് രക്തം പോലെ അത്രയും വിസ്കസ് ആയിട്ടുള്ള ഒരു ലിക്വിഡിലൂടെയൊക്കെ ഈ ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസിന് മൂവ് ചെയ്ത് പോകാൻ സഹായിക്കുന്നത്. മാത്രമല്ല കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫ്ലജല്ലത്തിൻ്റെ പിൻഭാഗത്ത് അടിവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേക ഡിസ്ക് ആകൃതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ പറയുന്ന കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെയാണ് മൈറ്റോകോൺട്രിയൽ DNA ഉള്ളത്. പിന്നെ അതേപോലെ ഊർജ്ജ ഉപാപചയത്തിനും കോശവിഭജനത്തിനുമൊക്കെ ഈ പറയുന്ന കൈനറ്റോപ്ലാസ്റ്റിന് ഭയങ്കരമായിട്ടുള്ള, അതായത് എനർജി പ്രൊഡക്ഷനൊക്കെ വേണ്ടി സഹായിക്കുന്ന ഈ പറയുന്ന കൈനറ്റോപ്ലാസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ന്യൂക്ലിയസ് ഉണ്ട് അവരുടെ ബോഡിയിൽ. ന്യൂക്ലിയസ് ശരീരത്തിനുള്ളിൽ കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ഒറ്റ ഓവൽ ന്യൂക്ലിയസ് ആണ്. പിന്നെ അവർക്ക് ജനിതക വസ്തുക്കൾ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ പെല്ലിക്കിൾ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ പെല്ലിക്കിൾ ഘടനാപരമായ പിന്തുണയും സംരക്ഷണവും നൽകുന്ന ഒരു ഫ്ലെക്സിബിൾ ബാഹ്യ മെംബ്രെയിനാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ ഇല്ലേ, ഇവർക്ക് പുറന്തോടിന് പകരം പെല്ലിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചർ ആയിരിക്കും ഉള്ളത്. സിലിക്ക നിർമ്മിതമായ പെല്ലിക്കിൾ ആയിരിക്കും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഇവർക്ക് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു. സിലിക്ക നിർമ്മിതം അല്ലാത്തതാണ് കേട്ടോ.
ഫ്ലെക്സിബിൾ ബാഹ്യ ചലനാത്മകമായിരിക്കുമ്പോൾ അതിൻ്റെ ആകൃതി നിലനിർത്താനായിട്ട് ഇവ സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന പെല്ലിക്കിൾ സിലിക്ക നിർമ്മിതമല്ല, സിലിക്ക നിർമ്മിതമായ പുറന്തോടുണ്ടെന്നാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞത്. ഇവർക്ക് പെല്ലിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചറാണുള്ളത്. ആ പെല്ലിക്കിൾ ഉള്ളതുകൊണ്ടാണ് യൂഗ്ലിനയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർക്ക് ബോഡിയുടെ ഒരു എന്താ പറയുക ഫ്ലെക്സിബിലിറ്റിക്ക് സഹായിക്കുന്നത്. പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസമാണ് ഉപാപചയ പ്രവർത്തനങ്ങൾക്കായി റൈബോസോമുകൾ, മൈറ്റോകോൺട്രിയ തുടങ്ങിയ വിവിധ അവയവങ്ങളുടെ ഗ്രാനുലാർ സ്ട്രക്ചറാണ്. ഗ്രാനുലാർ സ്ട്രക്ചറിൽ എല്ലാം വരുന്ന സൈറ്റോപ്ലാസവും ഇവർക്കുണ്ട്. അപ്പം ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ഇതിൻ്റെ സ്ട്രക്ചറൊന്നും നിങ്ങൾക്ക് ചോദിക്കാൻ ഇതുവരെ സാധ്യതയില്ല, ഇതുവരെ ചോദിച്ചും കണ്ടിട്ടില്ല. എന്നാലും ജസ്റ്റ് ഓർത്ത് വെക്കുക. നീളമുള്ള സ്ട്രക്ചറാണ് വരുന്നത്. ഇവർക്ക് ഫ്ലാജെല്ല ഉണ്ട്. ഫ്ലാജെല്ല അൻഡുലേറ്റിംഗ് മെമ്പറൈനോട് പരസ്പരം ബന്ധിതമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് മൂവ്മെൻറ്റ് സഹായിക്കുന്നത്. മാത്രമല്ല കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇത് ആണ് കോശവിഭജനവും അതേപോലെ തന്നെ ഊർജത്തിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റിലൊക്കെ മെയിനായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഈ കൈനറ്റോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. മാത്രമല്ല ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ അതേപോലെ പെല്ലിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇവർക്ക് ഘടനാപരമായിട്ടുള്ള ആ ഒരു സംരക്ഷണവും കാര്യങ്ങളും അല്ലെങ്കിൽ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പെല്ലിക്കിൾ എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. മാത്രമല്ല ഇവർക്ക് സൈറ്റോപ്ലാസം ഉണ്ട്. ഈ സൈറ്റോപ്ലാസത്തിനുള്ളിലാണ് ബാക്കിയുള്ള സെൽ ഓർഗനൽസ് എല്ലാം കാണപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ ഇവരുടെ ലൈഫ് സൈക്കിളും നമ്മുടെ പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ 2 ജീവികളിലായിട്ടാണ് ഇവരുടെ ലൈഫ് സൈക്കിൾ വരുന്നത്. ആദ്യത്തെ CC ഫ്ലൈ ആണ്, രണ്ടാമത്തത് ഹ്യൂമൻ ബീയിങ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ CC ഫ്ലൈ അല്ലെങ്കിൽ വെക്ടർ ഹോസ്റ്റ് ആണ്. ഇവർ വെക്ടർ എന്ന് പറഞ്ഞാൽ രോഗങ്ങളെ വഹിക്കുന്ന ആൾക്കാരാണ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ രോഗവാഹികൾ എന്നൊക്കെ പറയാവുന്നവരാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ രോഗകാരികളായിട്ടുള്ള ട്രിപ്പാനോസോമ എന്ന് പറയുന്ന പ്രോട്ടോസോവൻസിനെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് CC ഫ്ലൈ എന്ന് പറയുന്നത്. ഈ CC ഫ്ലൈയിൽ നിന്നാണ് ഹ്യൂമൻ ബീയിങ്സിലേക്ക് ഈ പറയുന്ന ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് എന്ന് പറയുന്ന പ്രോട്ടോസോവൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റാണ് ഫ്ലൈയുടെ മിഡ്ഗട്ടിലെ വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് ഒരു ഫ്ലൈയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മിഡ്ഗട്ടിലാണ് അതിൻ്റെ ആദ്യത്തെ വികസനം നടക്കുന്നത്. ഇതിനെയാണ് പ്രോസൈക്ലിക് ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ട്രൈപ്പോമാസ്റ്റിഗോട്ടുകൾ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ട്രൈപ്പോമാസ്റ്റിഗോയിഡ്സ്, ഈച്ചയിലെ പ്രവേശനം, ഇൻജെക്ഷൻ ഓഫ് ട്രൈപ്പോമാസ്റ്റിഗോയിഡ്സ്. ഓക്കെ, ഈച്ചയിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ രോഗാവസ്ഥയിലുള്ള ഒരു മനുഷ്യനെ ഈ CC ഫ്ലൈ കടിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ CC ഫ്ലൈ കടിക്കുന്നത് വഴി നേരത്തെ നമ്മുടെ പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ കേസിൽ പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് ഈ പറയുന്ന മോസ്കിറ്റോസ് രോഗബാധിതനായ മനുഷ്യനെ കടിക്കുമ്പോൾ ഈ മോസ്കിറ്റോസിൻ്റെ ശരീരത്തിലേക്ക് ഈ പറയുന്ന പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ ഗ്യാമീറ്റ്സ് പോകുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ട്രൈപ്പാനോസോമ ഗ്യാമ്പിയൻസ് രോഗബാധിതനായിട്ടുള്ള ട്രൈപ്പാനോസോമ ഗ്യാമ്പിയൻസിൻ്റെ പ്രോട്ടോസോവൻ്റെ ഇൻഫെക്ഷൻ ഉള്ള ഒരു മനുഷ്യനെ CC ഫ്ലൈ എന്ന് കടിക്കുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് എന്ത് പോകുന്നു? ഈ ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസിൻ്റെ ഗ്യാമീറ്റുകൾ കടക്കുന്നു. അതിന് പറയുന്ന പേരാണ് ട്രിപ്പോമാസ്റ്റിഗോട്സ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നു? നമ്മുടെ CC ഫ്ലൈയുടെ ഉള്ളിലേക്ക് പോകുന്നു. രോഗബാധിതനായ ഒരു മനുഷ്യനെ കടിക്കുമ്പോൾ CC ഈച്ച ലസ്യപ്രഭാവമുള്ള ട്രൈപ്പാനോമാസ്റ്റിഗോട്ടുകളെ വിഴുങ്ങുന്നു. ഇവ ഇൻ്റർമീഡിയറ്റ് ഹോമല്ല ഹോസ്റ്റ് ആയ ഇവിടെ ഞാൻ വായിച്ചതിൻ്റെ തെറ്റാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? ഈ CC ഫ്ലൈയുടെ ഉള്ളിലേക്ക് ട്രിപ്പോമാസ്റ്റിഗോയിറ്റുകൾ കയറി കഴിഞ്ഞതിന് ശേഷം ഈ CC ഫ്ലൈയുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഈ ട്രിപ്പോമാസ്റ്റിഗോയിഡ്സുകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ട് അവർ പ്രോസൈക്ലിക് ട്രൈപ്പോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറുന്നു. ഞാൻ അത് വായിച്ചു വന്ന കൂട്ടത്തിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് ആബ്സെൻറ്റ് മൈൻഡ് ആയിട്ട് പോയതാണ്. ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻഫെക്റ്റഡ് ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് CC ഫ്ലൈയിലേക്ക് ട്രൈപ്പോമാസ്റ്റിഗോയിറ്റുകൾ പ്രവേശിക്കുന്നു.
ഓക്കെ, ഈ ട്രൈപ്പോമാസ്റ്റിഗോയിഡ്സ് ഈ സി സി ഫ്ലൈയുടെ ബോഡിയിൽ എത്തിക്കഴിയുമ്പം നെക്സ്റ്റ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫോമായിട്ടുള്ള പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ് മാറുന്നു. ഓക്കെ, ക്ലിയർ ആയോ? പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡുകളായിട്ട് മാറുന്നു. ഇവിടെ ഇവരെന്ത് ചെയ്യുന്നു? ഈ പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സിന് ബൈനറി ഫിഷൻ നടക്കുന്നു. ബൈനറി ഫിഷൻ മീൻസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് അല്ലേ? ബൈനറി ഫിഷൻ നടന്നിട്ട് ഇവർ കുറേ ആയിട്ട് മാറുന്നു, പെരുകുന്നു. ഇവരിങ്ങനെ കുറേ ഡബിൾ ചെയ്തു, ഡബിളായി, അത് കഴിഞ്ഞ് അത് 2 എണ്ണമായി, 4 എണ്ണമായി, 4 എണ്ണം 8ആയി, അവിടെ ഇരുന്ന് കുറേ ആയിട്ട് പ്രോസൈക്ലിക് മാസ്റ്റിഗോയിഡ്സ് ട്രൈപ്പോമാസ്റ്റിഗോയിഡ്സ് എന്ത് ചെയ്യുന്നു? ഇതിന് ബൈനറി ഫിഷൻ നടന്നിട്ട് ഇതിന് ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ബൈനറി ഫിഷൻ നടന്നവർ നേരെ ഈ സി സി ഫ്ലൈയുടെ ഉമിനീർ ഗ്രന്ഥിയിലേക്ക് അല്ലെ സലൈവറി ഗ്ലാൻഡിലേക്ക് വരുന്നു. സലൈവറി ഗ്ലാൻഡിലേക്ക് വരുന്നു. ആരാണ്? ഈ പറയുന്ന പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ പ്രോസൈക്ലിക് മാസ്റ്റിഗോയിഡ്സ് ഉമിനീർ ഗ്രന്ഥിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് ഇവർ എപ്പിമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പം പ്രോസൈക്ലിക് മാസ്റ്റിഗോയിഡ്സ് ഉമിനീർ ഗ്രന്ഥിയിൽ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് എപ്പിമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറും. ഓക്കെ, ഈ എപ്പിമാസ്റ്റിഗോയിഡ്സ് നേരെ മാറുകയും ചെയ്യുന്നു. അണുബാധയുള്ള മെറ്റാസൈക്ലിക് ട്രിപ്പാനോസോമ മാസ്റ്റിഗോയിഡ്സിൻ്റെ രൂപീകരണം. ഈ എപ്പിമാസ്റ്റിഗോയിഡ്സ് നേരെ പിന്നീട് എന്ത് ചെയ്യും? എപ്പിമാസ്റ്റിഗോയിഡ്സ് ഗ്രന്ഥിയുടെ ഭിത്തികൾ ഘടിപ്പിക്കുകയും വിഭജിക്കുകയും മനുഷ്യരിൽ അണുബാധയുള്ള കഠിനമായിട്ടുള്ള മെറ്റാസൈക്ലിക് ട്രിപ്പാനോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറും. അപ്പം ഈ എപ്പിമാസ്റ്റിഗോയിഡ്സ് ആയി അതിനുശേഷം മനുഷ്യരിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റാസൈക്ലിക് മാസ്റ്റിഗോയിഡ് ആയിട്ട് മാറും. ഓക്കെ, ഈ മാറ്റമെല്ലാം എവിടെ വെച്ചാണ് നടക്കുന്നത്? സലൈവറി ഗ്ലാൻഡ് ഓഫ് സി സി ഫ്ലൈയുടെ സലൈവറി ഗ്ലാൻഡ്സിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ആദ്യം സി സി ഫ്ലൈയിൽ രോഗബാധിതനായ മനുഷ്യരിൽ നിന്ന് സി സി ഫ്ലൈയിലേക്ക് ആര് പോയി? ആദ്യം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കുകളാണ്, ഓർത്ത് വെച്ചോണം. ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് പോകുന്നു. ഈ ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് നമ്മുടെ സി സി ഫ്ലൈയുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഫോമായിട്ടുള്ള പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറുന്നു. അതിനുശേഷം അവിടെ ഇരുന്ന് ഇനി പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സിന് ബൈനറി ഫിഷൻ നടന്നതിന് ശേഷം ഈ പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് നേരെ സലൈവറി ഗ്ലാൻഡിലേക്ക് വരുന്നു. ഈ പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് സലൈവറി ഗ്ലാൻഡിൽ വന്നതിന് ശേഷം എപ്പിമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറുന്നു. ഈ എപ്പിമാസ്റ്റിഗോയിഡ്സിന് വീണ്ടും സലൈവറി ഗ്ലാൻഡിൽ വെച്ച് വീണ്ടും രൂപമാറ്റം സംഭവിച്ചിട്ട് അതെന്ത് ചെയ്യും? മനുഷ്യരിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറും. ഓക്കെ, മെറ്റാസൈക്ലിക് മാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറും. അതിനുശേഷം മനുഷ്യരിലേക്ക് ഇവരെ ഇഞ്ചെക്ട് ചെയ്യപ്പെടും അല്ലേ? ഈ പറയുന്ന സി സി ഫ്ലൈ ഹ്യൂമൻ ബീങ്സിനെ വല്ലതും ബൈറ്റ് ചെയ്യുവാണെങ്കിൽ അവരിലേക്ക് ഈ പറയുന്ന മെറ്റാസൈക്ലിക് മാസ്റ്റിഗോയിഡ്സ് ഇഞ്ചെക്ട് ചെയ്യപ്പെടും. മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സുകളുടെ കുത്തിവയ്പ്പ് അണുബാധ ആരംഭിക്കൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. അണുബാധ ആരംഭിക്കൽ എന്ന് പറയാം. സി സി ഈച്ച കടിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ രക്തപ്രവാഹത്തിലേക്ക് മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് വരും. ഈ മനുഷ്യൻ്റെ രക്തപ്രവാഹത്തിലേക്ക് ഈ ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് വന്നു കഴിയുമ്പോഴത്തേന് ഇവർ രക്തപ്രവാഹമുള്ള അല്ലെങ്കിൽ ബ്ലഡ് സ്ട്രീമിൽ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് സ്ട്രീം ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും ഇവർ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഈ രക്തപ്രവാഹത്തിൽ കൂടി ഈ രൂപങ്ങൾ ബൈനറി ഫിഷൻ വഴി അലൈംഗികമായി പെരുകുകയും രക്തം, ലിംഫ്, സെറിബ്രോ സ്പൈനൽ ദ്രാവകം എന്നിവയിലൂടെ സഞ്ചരിച്ച് ബോഡിയുടെ പല ഭാഗങ്ങളിലേക്ക് എത്തും. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഹ്യൂമൻ ബീയിങ്സിലേക്ക് എത്തിയില്ലേ? ഹ്യൂമൻ ബീയിങ്സിലേക്ക് എത്തിയതാണ് മെറ്റാസൈക്ലിക് മാസ്റ്റിഗോയിഡ്സ് ആയിട്ട് വന്ന് ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തിയത്. ഹ്യൂമൻ ബോഡിയിൽ എത്തിക്കഴിയുമ്പോഴത്തേന് അവർ ബ്ലഡ് സ്ട്രീം ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറും. ഈ ബ്ലഡ് സ്ട്രീം ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് എന്ത് ചെയ്യും? ബൈനറി ഫിഷൻ നടന്നിട്ട് അവിടെ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബോഡിയിൽ പെരുകിയിട്ട് ബ്ലഡ് സ്ട്രീം വഴി ലിംഫിലേക്കും അതേപോലെ തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലേക്കും അങ്ങനെ
ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് പോകും. അങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് പോകുന്ന വഴി കേന്ദ്ര നാഡീവ്യൂഹത്തിലേക്ക് ചെല്ലുകയും ഈ കേന്ദ്ര നാഡീവ്യൂഹത്തെ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ കേന്ദ്ര നാഡീവ്യൂഹത്തെ അഫക്റ്റ് ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം ഉണ്ടാക്കാൻ പറ്റുന്ന ആ രോഗമായിട്ടുള്ള സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകുന്നത്. അപ്പം ട്രിപ്പോമാസ്റ്റിഗോയിഡ്സുകൾ അവിടെ ഉപരിതല ഗ്ലൈക്കോപ്രോട്ടീനുകളെ തുടർച്ചയായി മാറുന്നത് വഴി രോഗപ്രതിരോധ ശേഷിയെ, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ നശിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഇത് ലിംഫോഡെനോപ്പതി ഒടുവിൽ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിച്ച് ഉറങ്ങുന്ന അസുഖമായിട്ടുള്ള ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്സിന് കാരണമാകും. അപ്പം ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഈ പറയുന്ന ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന എല്ലാ സൈക്കിൾസും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ആദ്യത്തെ ഏതായിരുന്നു? ട്രിപ്പോമാസ്റ്റിഗോയിഡ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇൻഫെക്ഷൻ സംഭവിച്ച ഹ്യൂമൻ ബീയിങ്ങിന് CC ഫ്ലൈയിലേക്ക് എത്തുന്നത്. CC ഫ്ലൈയിലേക്ക് എത്തിക്കുമ്പോൾ പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ് ആയിട്ട് മാറും. ട്രിപ്പോമാസ്റ്റിഗോയിഡ് ഇവിടെ വെച്ച് ഇതിന് ബൈനറി ഫിഷൻ നടന്നിട്ട് ഇത് കുറേ ആയിട്ട് മാറും. ബൈനറി ഫിഷൻ നടക്കുന്നു. ബൈനറി ഫിഷൻ നടന്ന് ഇത് കുറേ ആയി കഴിഞ്ഞതിന് ശേഷം ഇത് സലൈവറി ഗ്ലാൻഡിലേക്ക് ഈ പ്രോസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് വരും. അവിടെ വെച്ചിട്ട് ഇതിന് വീണ്ടും ഡെവലപ്മെൻറ്റ് നടന്നിട്ട് എപ്പിമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറും. എപ്പിമാസ്റ്റിഗോയിഡ്സ് പിന്നീട് മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറും. ഈ മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് ഹ്യൂമൻ ബോഡിയിലേക്ക്, അതായത് CC ഫ്ലൈ ബൈറ്റ് ചെയ്യുന്ന വഴി ഹ്യൂമൻ ബോഡിയിലേക്ക് എത്തുന്നു. ഈ ഹ്യൂമൻ ബോഡിയിൽ എത്തിക്കഴിയുമ്പോഴത്തേന് ഇവരെന്ത് ചെയ്യും, ബ്ലഡ് സ്ട്രീം മെറ്റാസൈക്ലിക് ട്രിപ്പോമാസ്റ്റിഗോയിഡ്സ് ആയിട്ട് മാറുന്നു. ഇവരെന്ത് ചെയ്യും, ബൈനറി ഫിഷൻ വഴി കൂടുതലായിട്ട് ഡിവിഷൻ നടക്കുന്നു. കൂടുതലായിട്ട് പെരുകിയിട്ട് ഇവ ബ്ലഡ് സ്ട്രീം വഴി ലിംഫിലേക്കും സെറിബ്രൽ സ്പൈനൽ ഫ്ലൂയിഡിലേക്കും അതേപോലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കും ഇങ്ങനെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡിയിലേക്ക് പോകും. ഇത് നമ്മുടെ കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കുകയും സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഏറ്റവും മെയിനായിട്ട് ഓർത്തിരിക്കുന്നത് ഇതുണ്ടാക്കുന്ന അസുഖമാണ് ആഫ്രിക്കൻ സ്ലീപ്പിംഗ് സിക്നസ്, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള രോഗമുണ്ടാക്കുന്ന ആൾക്കാരെയാണ് ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആരായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മുടെ കിങ്ഡം പ്രോട്ടിസ്റ്റയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരുന്ന പ്രോട്ടോസോവൻസിൻ്റെ ഗ്രൂപ്പിലാണ് നമ്മുടെ ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസും അതേപോലെ തന്നെ നമ്മുടെ പ്ലാസ്മോഡിയം വിവാക്സും അതേപോലെ നമ്മൾ പറഞ്ഞ എൻഡമീബ ഹിസ്റ്റോളിറ്റിക്കയും വരുന്നത്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറയുന്നത് അമീബിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് കാരണമാകുന്നു. ട്രിപ്പാനോസോമ ഗ്യാമ്പിയൻസ് സ്ലീപ്പിംഗ് സിക്നസ് പോലെയുള്ള രോഗത്തിന് കാരണമാകുന്നു. അതേപോലെ തന്നെ പ്ലാസ്മോഡിയം വിവാക്സ് എന്ന് പറയുന്നത് മലേറിയ അല്ലെങ്കിൽ മലമ്പനി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്ന പ്രോട്ടോസോവൻസ് ആണ്. കഴിഞ്ഞ വർഷം 2 ക്വസ്റ്റ്യൻസ് ഈ പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ചോദിച്ച നമ്മുടെ മലേറിയയ്ക്ക് കാരണമായിട്ടുള്ള പ്ലാസ്മോഡിയം വിവാക്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഹോസ്റ്റായിട്ട് വരാത്ത അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് വരാത്ത താഴെ പറയുന്നതിൽ ഏതായിരുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫോംസ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.